ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ദേ അടുത്തത് നമ്മുടെ മലയാളം അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണ് അല്ലേ. അതിൽ വരാൻ സാധ്യതയുള്ള രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഷായി സാർ പറയാൻ പോകുന്നത്. നമുക്കറിയാം, അതിൽ ആദ്യത്തെ ചോദ്യം അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനാണ്. അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒരു വ്യക്തിയോട് ആ വ്യക്തി ഇടപെടുന്ന ഏതാണോ മേഖല അതിനെക്കുറിച്ചാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നിങ്ങൾ വിവാഹിതനാണോ, എത്ര കുഞ്ഞുങ്ങളുണ്ട്, രാവിലെ എന്താണ് കഴിച്ചത് തുടങ്ങിയിട്ടുള്ള അപ്രധാനങ്ങളായ ഒരു ചോദ്യങ്ങളും അഭിമുഖ ചോദ്യാവലിയിൽ ചോദിക്കരുത് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം എന്താണോ ചോദിക്കാനുള്ളത് ആ ചോദ്യത്തോട് 100% നീതി പുലർത്തുന്നതായിരിക്കണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓരോന്നും കേട്ടോ. എന്താണോ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് അത് ചോദ്യം ഏതാണോ അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ കിട്ടത്തക്ക രൂപത്തിലുള്ള ചോദ്യങ്ങളെ ചോദിക്കാവൂ. ക്ലിയർ ആണോ മക്കളെ? ഇനി അടുത്തൊന്ന് പുറമെ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ് മക്കളെ, ആസ്വാദനം തയ്യാറാക്കുക എന്നുള്ളത്. ആസ്വാദനം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? കവിതയോ ഗദ്യമോ ആണ് നിങ്ങൾക്ക് ആസ്വാദനം ചോദിക്കുക അല്ലേ. ആസ്വാദനം ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആസ്വാദനം ചോദിച്ചിരിക്കുന്ന കവിതയാണെങ്കിലും കഥയാണെങ്കിലും ആവർത്തിച്ചൊന്ന് വായിക്കുക. അതിനുശേഷം അതിൻ്റെ പ്രധാന ആശയം നമ്മൾ കണ്ടെത്തി. ഇനി എഴുതി തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു സൂചന എഴുതണം. ഒരു ചെറിയ ശീർഷകമാവാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു സൈഡ് ഹെഡിങ് ആവാം. അതിനുശേഷം എഴുത്തുകാരനെ കുറിച്ചും കവിതയുടെ ആശയം എഴുതുക. പിന്നീട് കവിതയുടെ പ്രധാന ആശയം എഴുതുക. അതിലെന്തെങ്കിലും കാവ്യഭംഗിയുണ്ടോ, അക്ഷരങ്ങളുടെ ആവർത്തനമുണ്ടോ, ഇവയൊക്കെ നോക്കി അത് ആശയത്തിന് കൂട്ടത്തിൽ എഴുതുക. കൺക്ലൂഷനായിട്ട് എന്താ പറയുക, ഉപസംഹാരമായിട്ട് ആ കവിതയിൽ അടങ്ങിയിരിക്കുന്ന സമകാലിക പ്രസക്തി ഉണ്ടോ, എന്തിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അല്ലെങ്കിൽ ആ കവിത മറ്റെന്തെങ്കിലും കാര്യമാണോ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം അവസാനത്തിൽ എഴുതാൻ. ഇങ്ങനെയാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ കിട്ടിയോ മക്കളെ? അത് വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കോ? ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ മക്കളെ.